എം.വി. സുരേഷ് പരാതിക്കാരൻ, ബാങ്കിലെ മുൻ ജീവനക്കാരൻ. എം.വി. സുരേഷ്, ഇപ്പോൾ നിങ്ങൾ നൽകിയ ഒരു പരാതി അതിപ്പോൾ ഏത് ഘട്ടത്തിലെത്തി നിൽക്കുന്നു? പഴയ പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കളെ അറസ്റ്റ് ചെയ്യുന്നതിലേക്ക്, അതിനപ്പുറം പാർട്ടിയെ കോടതിയിലേക്ക് എത്തുകയാണ് കരുവന്നൂർ കേസ്. ഇങ്ങനെയൊരു അവസാനമാണോ ഇതിൽ പ്രതീക്ഷിച്ചിരുന്നത്? യഥാർത്ഥത്തിൽ പാർട്ടി കോടതി കയറേണ്ടതുണ്ടോ? ഇതിൽ ചിലർ ചെയ്ത കുഴപ്പങ്ങൾ, അതിനെ പാർട്ടിയെ പ്രതിയാക്കുന്നതിനോട് യോജിക്കുന്നുണ്ടോ? ഇതിൽ ചിലർ ചെയ്തതെന്ന് പറയാൻ പറ്റില്ല. ചിലർ എന്ന് പറയുന്നത് തന്നെ പാർട്ടിയുടെ സമുന്നതരായ നേതാക്കളാണ്. അപ്പോൾ പിന്നെ ചിലർ എന്നൊരു വാക്കിന് തന്നെ അവിടെ പ്രസക്തിയില്ല. ഞാൻ തന്നെ ഒരു CPM-ന്റെ ലോക്കൽ കമ്മിറ്റി മെമ്പർ ആയിരുന്നുള്ള കാര്യം മാഡം മറക്കരുത്. ഞാൻ തന്നെയാണ് 2003 ആദ്യം തന്നെ ഈ നമ്മുടെ CPM-ന്റെ അതെ. അപ്പോൾ അത് ചിലർ എന്ന് പറഞ്ഞാൽ അർത്ഥമില്ല. പാർട്ടി നേരിട്ട് നടത്തിയെന്ന് എനിക്ക് അന്നേ തന്നെ ബോധ്യപ്പെട്ടിരുന്നു. അതിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് എൻഫോഴ്സ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നടപടികളോട് ഒന്നുകൂടി അത് വെളിവാക്കിയത് മാത്രമേ ഉള്ളൂ. അവരൊന്ന് പൊടിമിനിക്ക് പറഞ്ഞെന്ന് മാത്രമല്ലോ. രാധാകൃഷ്ണനെതിരെ വരെ ഇന്നിപ്പോൾ അനിൽ അക്കര തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരിക്കുകയാണ് എം.വി. സുരേഷ്. രാധാകൃഷ്ണനെതിരെ അദ്ദേഹത്തിന്റെ പ്രതിച്ഛായ എന്താണെന്ന് താങ്കൾക്കും അറിയാവുന്നതാണ്. രാധാകൃഷ്ണനെ പോലെ ഒരു രാഷ്ട്രീയ നേതാവ് ഈ പണം തെരഞ്ഞെടുപ്പിന് വേണ്ടി ചെലവഴിച്ച് ഓരോരോ വർഷങ്ങളിലെ കണക്ക് വച്ചിട്ടാണ് അനിൽ അക്കര പരാതി നൽകിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിലേക്ക് ഇതിലെ പണമാണ് ഉപയോഗിച്ചതെന്ന് പറയുന്നു. അതിനോട് യോജിക്കുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ അങ്ങനെയുള്ള തെളിവുകൾ താങ്കളുടെ പക്കലുണ്ടോ? അല്ല, അനിൽ അക്കര എന്ന് വെച്ചാൽ കോൺഗ്രസിൻ്റെ നേതാവാണല്ലോ. അദ്ദേഹം ഒരു ആരോപണം മറ്റൊരു നേതാവിന് ഉന്നയിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ അതിനനുസൃതമായ തെളിവുകളുണ്ടായിരിക്കും. അല്ലെങ്കിൽ ഡിഫർമേഷന് കെ രാധാകൃഷ്ണൻ കേസ് ഫയൽ ചെയ്യല്ലോ. ബാങ്കുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നയാൾ എന്ന നിലയ്ക്കാണ് ഞാൻ താങ്കളോട് ചോദിക്കുന്നത്. അവിടുത്തെ പണമിടപാടുകളുടെ കാര്യം ആദ്യം പാർട്ടിയെ അറിയിക്കുകയാണോ താങ്കൾ ചെയ്തത്? കെ രാധാകൃഷ്ണൻ പറഞ്ഞോളൂ. അതെ, അല്ല, കെ രാധാകൃഷ്ണൻ ഡയറക്റ്റ് പങ്കുണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇവിടുത്തെ CPM-ന്റെ ജില്ലാ കമ്മിറ്റി കീഴിൽ ആണ് ഈ തട്ടിപ്പൊക്കെ നടത്തിയെന്ന് അന്നേ എനിക്ക്, പ്രത്യേകിച്ച് AC മൊയ്തീൻ്റെ കൺട്രോളിൽ നേരിട്ട് നടത്തിയ ഒരു കൊള്ളയാണ് ഈ സഹകരണ ബാങ്ക് കൊള്ള. അത് ഇവിടുത്തെ കെ സുരേന്ദ്രനും അനീഷ് കുമാറും MT രമേശ് തുടങ്ങിയ ശോഭാ സുരേന്ദ്രനടക്കം BJP എല്ലാ നേതാക്കന്മാരും തന്നെ പത്രങ്ങളിലും ദൃശ്യമാധ്യമങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. ആ നേതാക്കന്മാർ പറഞ്ഞു തന്നെ ഇപ്പോൾ അടിവരായിട്ട് സത്യമായിട്ട് തെളിഞ്ഞിരിക്കുന്നത്. അതായത് പാർട്ടി യോഗം ചേർന്ന് ഇങ്ങനെ തട്ടിപ്പ് നടത്താമെന്ന് ആലോചിക്കുകയാണെന്നാണോ താങ്കൾ പറഞ്ഞു വരുന്നത്? ഈ ജില്ലാ കമ്മിറ്റിയെ തന്നെ മുഴുവൻ കുറ്റപ്പെടുത്തുന്ന രീതിയിലേക്കാണോ, അതിലെല്ലാവർക്കും പങ്കുണ്ട് എന്ന രീതിയിലേക്കാണോ താങ്കൾ എത്തുന്നത്? കാരണം കരുവന്നൂർ ബാങ്കിനെ സംബന്ധിച്ച് 2 ജില്ലാ കമ്മിറ്റി അംഗങ്ങളെ ഇതിനകം തന്നെ ഈ കരുവന്നൂർ വിഷയത്തിൻ്റെ പേരിൽ നടപടി എടുത്തിട്ട് പാർട്ടി തരം താഴ്ത്തിയിട്ടുണ്ട്. അഡ്വക്കേറ്റ് KR വിജയ, പിന്നെ ഉല്ലാസ് കളക്കാട്ട്, CK ചന്ദ്രനെ പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കി. CPM-ന്റെ ജില്ലാ സെക്രട്ടറിയുടെ അംഗമായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒഴിവാക്കുമ്പോൾ അവർ പാർട്ടി കമ്മിറ്റി മിനിറ്റ്സ് ചെയ്തിരുന്നല്ല തട്ടിപ്പടുത്തും. അവർ ചിലപ്പോൾ CK ചന്ദ്രൻ്റെ വീട്ടിലായിരിക്കാം, അല്ലെങ്കിൽ KR വിജയയുടെ വീട്ടിലായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും നേതാവിൻ്റെ വീട്ടിൽ പോയിട്ട് രഹസ്യമായിട്ട് യോഗങ്ങൾ കൂടിയിട്ട് ഉള്ള ധാരണയായിരിക്കാം. അങ്ങനെയായിരിക്കുള്ളൂ. ജില്ലാ കമ്മിറ്റി മിനിസ്റ്റേറ്റ് കള്ളപ്പണം വെളുപ്പിച്ചെന്നുള്ള രീതിയിൽ മിനിസ്റ്റേറ്റ് തയ്യാറാക്കുന്നതൊന്നും സാമാന്യ ബുദ്ധിയുള്ളവരാരും അങ്ങനെ മാനിച്ചെന്ന് കരുതുന്നില്ല. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.